അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, നമ്മുടെ ബലാഗയുടെ മുഖ്തസറിൻ്റെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. എല്ലാ വിദ്യാർത്ഥികളും കിതാബ് മുമ്പിൽ വെച്ചുകൊണ്ട് ക്ലാസ് ശ്രദ്ധിക്കണമെന്ന് നിങ്ങളെ ആമുഖമായി ഉണർത്തുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിവിധ ഇനം ജിനാസുകളെക്കുറിച്ച് ചർച്ച ചെയ്തു. അതിൻ്റെ ബാക്കി ഭാഗമാണ് എടുക്കുന്നത്, ശ്രദ്ധിക്കണം. മഖ്ലൂബാണ് അവസാനം നമ്മൾ എടുത്തത്. ഇനി അതിൻ്റെ ബാക്കി വഇദാ വലിയ അഹദുൽ മുതജാനിസൈനി അയ്യ തജാനിസിൻ കാന വലിദാ ദക്കറഹു ബിസ്മിഹിൽ ലാഹിരി ദൂനൽ മുദ്മരിൽ മുതജാനിസ് അൽ ആഖറ സുമിയൽ ജിനാസു മുസ്ദവിജൻ വ മുഖററൻ വ മുറദ്ദദൻ. വഇദാ വലിയ, ഇനി അടുത്താൽ, അഹദുൽ മുതജാനിസൈനി ജിനാസ് ആയി വരുന്ന ആ മുതജാനിസൈനിയായ രണ്ട് ലഫ്സ് ഉണ്ടല്ലോ, അതിൽ ഒന്ന് അടുത്തു വന്നാൽ അയ്യ തജാനിസിൻ ഖാൻ, അതിന് ഏത് ജിനാസ് ആയിക്കോട്ടെ, അത് ജിനാസ് താമാവട്ടെ ഗൈറു താമാവട്ടെ, അതിൽ തന്നെ ലാഹിക്കോ അല്ലെങ്കിൽ നമ്മൾ പല ഇനങ്ങൾ ചർച്ച ചെയ്തല്ലോ, അതേതും ആവട്ടെ, അതാണ് അയ്യ എന്താണ് ജിനാസിൻ ഖാന എന്ന് പറഞ്ഞത്. ഇത് ഏത് തജാനുസാണെങ്കിലും ശരി. വലിത, അതുകൊണ്ടാണ് ദക്കറഹു മുസന്നിഫ് പറഞ്ഞത് ബിസ്മിൽ ലാഹിരി, ലാഹിറായ അതിൻ്റെ ഇസ്മിനെ പറഞ്ഞത്. മുതജാനിസൈനി എന്ന് ലാഹിറായ അതിൻ്റെ ഇസ്മിനെ പറഞ്ഞത് കൊണ്ടാണ്. ദൂനൽ മുദ്മരിൽ മുതജാനിസ്, അല്ലാതെ മുസ്തദിറായ മറഞ്ഞതായിരിക്കുന്ന മുതജാനിസ് പറയാതെ ലാഹിർ പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ ഇത് അവിടെ ലമീറിടാതെ ഇത് അഹദുഹുമ എന്ന് പറയാതെ മേത്തൊക്കെ നോക്കി വക്ക അഹദുഹുമ എന്ന് പറഞ്ഞാൽ മുമ്പുള്ള കൽബിലേക്കാണ് അതിൻ്റെ ലമീർ പോയുന്നത്. അപ്പോൾ ഇവിടെ മുതജാനിസൈനി ലാഹിറായിട്ട് തന്നെ അതിൻ്റെ ഇസ്മ പറഞ്ഞു. എന്ത് പറഞ്ഞില്ല, ലമീർ പറഞ്ഞില്ല. അത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആ മുതജാനിസൈൻ എന്ന് പറഞ്ഞാൽ ഏത് ജിനാസും ആവാം. ഏത് മുമ്പ് പറഞ്ഞ കുറേ ഇനം പറഞ്ഞല്ലോ, അതിൽ ഏത് ജിനാസും ആകാം. അപ്പോൾ അതിൽപ്പെട്ട ജിനാസിൽപ്പെട്ട ഒന്ന് അടുത്ത് വന്നാൽ അൽ ആഖറ, മറ്റേ ജിനാസിൻ്റെ ലഫ്ദിനോട്. അപ്പോൾ രണ്ട് ജിനാസിൻ്റെ ലഫ്ദുകൾ അടുത്തടുത്താണ്, ഒന്നിൻ്റെ അപ്പുറം മറ്റൊന്ന്. അത് ചിലപ്പം എന്തുണ്ടാവും, ഒരു ചെറിൻ്റെ അക്ഷരം കൊണ്ടോ അങ്ങനെ അതുപോലത്തെ ചെറിയ അർഫുകളെ കൊണ്ട് ഇപ്പം ഇടയിൽ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാവും. അതല്ലാത്ത വലിയ എന്തില്ല അന്തരങ്ങൾ അതിനിടയിൽ ഇല്ല എന്നർത്ഥം. നേരത്തെ നമ്മൾ തുടക്കത്തിൽ ലാസ്റ്റ് വരുന്നൊക്കെ പറഞ്ഞു ബൈത്തിൻ്റെ ഒക്കെ അല്ലേ. അപ്പോൾ ഇനി പറയണത് എന്താ വെച്ചാൽ രണ്ടും അടുത്തടുത്ത് വന്നാൽ, അതാണ് ഒരു ജിനാസത്വത്തിൽ ഒന്ന് മറ്റതിനോട് അടുത്ത് വന്നാൽ സുമിയൽ ജിനാസു മുസ്ദവിജൻ വ മുഖറൻ വ മുറദ്ദദൻ. ആ ജിനാസിൻ്റെ പേരാണ് മുസ്ദവിജ്, മുഖറർ, മുറദ്ദദ് എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ആ ജിനാസിനെ പറയപ്പെടുക. നഹു, ഉദാഹരണം നോക്കി, വജിഅ്തുക മിൻ സബഇൻ ബിനബഇൻ യഖീൻ അല്ലേ. വജിഅ്തുക, ഞാൻ താങ്കളുടെ അടുക്കൽ വന്നിരിക്കുന്നു. സുലൈമാൻ നബിയുടെ ഹുദൂദ് പക്ഷി പറഞ്ഞു. മിൻ സബഇൻ, സബ് ഗോത്രത്തിൽ നിന്നും, ബിനബഇൻ, ഒരു വർത്തമാനവുമായ ഒരു വാർത്തയുമായിട്ടാണ്, യഖീൻ, സത്യസന്ധമായ വാർത്തയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ സബ് നബ കണ്ടില്ലേ, ഇത് നമ്മൾ ലാഹിഖിൽപ്പെട്ടതാ. അതായത് ഒരക്ഷരം മാറിയ അല്ലേ, അതിൽപ്പെട്ടു. അതിൽ തന്നെ എന്തെല്ലാം മഖ്റജുകൾ അടുത്തതല്ല, അപ്പോൾ ലാഹിക്കാണല്ലോ. സബ് നബ അതിൽപ്പെട്ടതാണ്. അപ്പോൾ അത് രണ്ടും അടുത്തടുത്ത് വന്നു. അപ്പോൾ ഇതിന് എന്ത് പറയും, മുസ്ദവിജ്, അതുപോലെ തന്നെ മുറദ്ദദ് അല്ലെങ്കിൽ മുഖറർ എന്നൊക്കെ പറയും. ഈ ഹാദാമിന തജ്നീസിൽ ലാഹിഖി, ഇത് ലാഹിഖായ തജ്നീസിൽപ്പെട്ടതുമാണ്. അമിനൽ അംസലത്തിൽ അഖ്സാമി അൽ ആഖരി ലാഹിറത്തു മിമ്മ സബഖ. മറ്റുള്ള ഉദാഹരണങ്ങൾ, മറ്റുള്ള കിസ്മുകൾക്കുള്ള ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത് അത് ലാഹിറത്തുൻ, അത് വളരെ വ്യക്തമാണ്, അത് വളരെ പ്രകടമാണ്. മിമ്മ സബഖ, മുമ്പടഞ്ഞതിൽ നിന്നൊക്കെ വ്യക്തമാണ്. അതിന് ഇവിടെ കൂടുതൽ എന്ത് ചെയ്യേണ്ട, ഇനി ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്നർത്ഥം. ഇതോടുകൂടി എന്ത് ചെയ്തു, ജിനാസിൻ്റെ ഇനങ്ങൾ തീർന്നു. ഇനി ജിനാസുമായി ബന്ധപ്പെട്ട വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാണ്. വയൽഹഖു ബിൽ ജിനാസി, ജിനാസിനോട് ചേർക്കപ്പെടും. നമ്മൾ സാധാരണ തസ്നിയ പറയുമ്പോൾ തസ്നിയോട് ചേർക്കപ്പെട്ടു അല്ലേ. അതാണ് ജമ്മു പറയുമ്പോൾ ജമ്മു നസിനോ മുദക്കറിനോട് ചേർക്കപ്പെടുന്ന കുറേ സാധനങ്ങൾ പറയല്ലേ. അതേപോലെ ഇവിടെ ജിനാസിനോട് രണ്ട് സാധനങ്ങൾ ചേർക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതും ജിനാസായിട്ട് കൂട്ടപ്പെടും, അതിൻ്റെ ഇനത്തിലേക്ക്, അതിൻ്റെ ഒരു ഭാഗമായിട്ട് എണ്ണപ്പെടും. അതാണ് ഇനി ചർച്ച. വയൽഹഖു ബിൽ ജിനാസി ഷൈആനി അഹദുഹുമ അൻ യജ്മഅൽ ലഫ്ളൈനിൽ ഇഷ്തിഖാഖ വഹുവ തവാഫുഖുൽ കലിമതൈനി ഫിൽ ഹുറൂഫിൽ ഉസൂലി മഅ ഇത്തിഫാഖി ഫി അസ്ലിൽ മഅന നഹു ഖൗലിഹി തആല ഫഅഖിം വജ്ഹക ലിദ്ദീനിൽ ഖയ്യിം. അപ്പോൾ വയൽഹഖു ബിൽ ജിനാസി, ജിനാസിനോട് ചേർക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ യുൽഹഖു അല്ലേ, അല്ലെങ്കിൽ യൽഹഖുനെ ചേരും, അങ്ങനെ ചേർന്ന് കുഴപ്പമില്ല. ഷൈആനി, രണ്ട് സംഗതികൾ. അഹദുഹുമ, അതിലൊന്ന്,
ഈ രണ്ട് ലഫ്ലുകളെയും ഒരുമിച്ച് കൂട്ടുക. ഏതാണ്ട് ഈ ജിനാസ അല്ലെങ്കിൽ ഈ ഒരുപോലെ അല്ലേ നുത്തുക്ക് വരുന്ന ഈ ലഫ്ലുകളുണ്ടല്ലോ, അതിനെ ഒരുമിച്ച് കൂട്ടുക. അൽ ഇഷ്തിഖാഖു, ഇഷ്തിഖാഖ് ഒരുമിച്ച് കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? അതാ വഹുവ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ലഫ്ലുകളും ഒരേ അസലിൽ നിന്നും ഇഷ്തിഖാഖ് ചെയ്തതാകാന്നർത്ഥം. രണ്ട് ലഫ്ലുകൾ പറയും അറിയോ, ആ രണ്ട് ലഫ്ലുകളും ഒരേ സാധനം, അത് രണ്ടിൻ്റെ അസലെന്തീകാരം ഒന്നേക്കാരം എന്നർത്ഥം. അതാ വഹുവ. ഈ രണ്ട് ലഫ്ലുകളെയും ഇഷ്തിഖാഖ് ഒരുമിച്ച് കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? വഹുവ അത് തവാഫുക്കുൽ കലിമത്തൈനി, രണ്ട് കലിമത്തുകൾ യോജിക്കലാണ്. ഈ രണ്ട് കലിമത്തുകളും യോജിച്ചു വരലാണ്. ഫിൽ ഹുറൂഫിൽ ഉസൂലി, അസ്ലിയായ അർഫുകൾ. ഇതിൻ്റെ അസ്ലിയായ അർഫുകൾ എടുത്ത് നോക്കിയാൽ അത് യോജിച്ചിട്ടുണ്ടാവും. ഏതോടുകൂടെ മഅത്തിഫാഖി ഫി അസ്ലിൽ മഅന, ഇത് രണ്ടിൻ്റെയും അസ്ലി മാന എടുത്ത് നോക്കിയാലും അത് യോജിച്ചിട്ടുണ്ടാവും. അപ്പോൾ അസ്ലി മാനയിൽ യോജിക്കലോടുകൂടെ ഇതിൻ്റെ അസ്ലിയായിരിക്കുന്ന ഹർഫുകളിലും ഈ രണ്ട് കലിമത്തുകളും യോജിച്ച് വരിക എന്നുള്ളതാണ് ഇഷ്തിഖാഖ്. ആ രണ്ട് ലഫ്ലുകളെയും ഒരുമിച്ച് കൂട്ടുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം മനസ്സിലായല്ലോ. അനഹു ഖൗലിഹി തആല, ഉദാഹരണം അല്ലാഹു തആലയുടെ വാക്ക് പോലെ. എന്താ അല്ലാഹു തആലയുടെ വാക്ക്? ഫഅഖിം വജ്ഹക ലിദ്ദീനിൽ ഖയ്യിം. ഫഅഖിം വജ്ഹക്, നിങ്ങളുടെ എന്ത് ചെയ്യുക? നേരെയാക്കുക. എന്തിന്? ലിദ്ദീനിൽ ഖയ്യിം, യഥാർത്ഥ ദീനിന് നിങ്ങളുടെ മുഖം നേരെയാക്കുക എന്ന് പറഞ്ഞുകൊടുത്ത് ഇവിടെ ഫൈനവുമ, ഇവിടെ അഖിം അതുപോലെ തന്നെ ഖയ്യിം, ഈ രണ്ട് വാക്കുകൾ മുഷ്തഖാനി, അത് രണ്ടും പിടിച്ചെടുക്കപ്പെട്ടത്. ഈ രണ്ട് വാക്കിൻ്റെയും അസ്ലിയായ പദം മിൻ ഖാമ യഖൂം, എവിടെ നിന്നാണ്? ഖാമ യഖൂം എന്ന് ഒന്നാണ്. അഖിമായാണെങ്കിലും ഖയ്യിമായാണെങ്കിലും. അപ്പോൾ ഇങ്ങനെ വരുന്നത്, അപ്പോൾ അതും ജിനാസിനോട് ചേർക്കപ്പെട്ടിട്ടുണ്ട്. വസാനി, ഇനി രണ്ടെണ്ണം ചേർക്കപ്പെട്ടു എന്നല്ലേ, അതിലിപ്പോൾ ഒന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തത് അയജ്മഅഹുമ ഐ ലഫ്ലൈനി അൽ മുഷാബഹത്തു വഹിയ മാ യശ്ബഹുൽ ഇസ്തിഖാഖ. വസാനി, രണ്ടാമത്തെ സംഗതി അയജ്മഅഹുമ, ഈ രണ്ട് ലഫ്ലുകളെയും ഒരുമിച്ച് കൂട്ടലാണ്. അൽ മുഷാബഹത്തു, സാദൃശ്യം. എന്താണെന്ന് പറഞ്ഞാൽ വഹിയ, ഈ മുഷാബഹത്ത് എന്ന് പറഞ്ഞ ഉദ്ദേശം മാ ഒന്നാണ്, യഷ്ബഹു അത് സാദൃശ്യമാകും, അൽ ഇസ്തിഖാഖ ഇസ്തിഖാഖിനോട് സാദൃശ്യമാകും. അപ്പോൾ ഇഷ്തിഖാഖ്, നേരത്തെ ഇഷ്തിഖാഖാണ് ഒരുമിച്ച് കൂട്ടിയത്. ഇനി ഇവിടെ രണ്ടാമത്തോടത്തോ ഇഷ്തിഖാഖിനോട് സാദൃശ്യമാവുക എന്നുള്ള സംഗതി എന്ത് ചെയ്യും? ഈ രണ്ട് ലഫ്ലിനെയും ഒരുമിച്ച് കൂട്ടുന്ന, അതായത് ഒരു ഇത്തിഫാഖ് യഷ്ബഹു ഇസ്തിഖാഖ് അർത്ഥം. ആ ഇത്തിഫാഖ് എന്ത് ചെയ്യുന്നു? ഇഷ്തിഖാഖിനോട് സാദൃശ്യമാവുന്നു എന്നർത്ഥം. വലൈസ ബിഷ്തിഖാഖിന്, അതെന്തല്ല യഥാർത്ഥത്തിൽ അത് ഇഷ്തിഖാഖല്ല, പക്ഷേ ഇഷ്തിഖാഖിനോട് സാദൃശ്യമാവുന്ന ഒരു ഇത്തിഫാഖ്, ഒരു യോജിപ്പ്, അത് ഇത് രണ്ടിനെയും ഒരുമിച്ച് കൂട്ടുന്ന അർത്ഥം. ഫലഫ്ലത്തുമ്മ, അപ്പോൾ ഈ വഹിയ കണ്ടൊരു മാ ഉണ്ടല്ലോ, ലാ ലഫ്ദ് മൗസൂലത്തുനോ മൗസൂഫത്തുൻ, ഒന്നുമില്ലെങ്കിൽ അത് മൗസൂലാണ് അല്ലെങ്കിൽ മൗസൂഫത്താണ്. വസഅമ ബഅദുഹും, ചില ആളുകൾ വാദിച്ചു, അന്നഹ മസ്ദരിയത്തുൻ, അതെന്താണ്? മസ്ദരിയത്താണ്. മൗസൂലത്ത് മൗസൂഫത്തൊന്നല്ല, അതെന്താണ്? മസ്ദരിയത്താണ്. അതായത് ഇഷ്ബാഹുൽ ലഫ്ലൈനി അൽ ഇസ്തിഖാഖ എന്നാണ് അർത്ഥം. ഇഷ്ബാഹുൽ ലഫ്ലൈനി, രണ്ട് ലഫ്ലുകളെ സാദൃശ്യമാക്കൽ, അൽ ഇസ്തിഖാഖ ഇഷ്തിഖാഖിനോട് സാദൃശ്യമാക്കുക എന്നാണ് മസ്ദരിയത്താകുമ്പോൾ അതിനർത്ഥം. അങ്ങനെയാണ് ചിലർ വാദിച്ചു. എന്നാൽ വഹുവ ഗലത്തുൻ, എന്നാൽ ആ വാദം ഇത് മസ്ദരിയത്താണ്, അപ്പോൾ അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണെന്ന് പറഞ്ഞ ആ വാദം അത് ഗലത്തുൻ ലഫ്ളൻ വ മഅനൻ, ലഫ്ളിനാലും മഅനയിനാലും ആ വാദം പൊള്ളത്തരമാണ്, അത് പേച്ച വാദമാണ്. എന്തുകൊണ്ട്? അമ്മാ ലഫ്ളൻ, അപ്പോൾ ലഫ്ളിൽ അത് ഗലത്താണ്, പേച്ചു പോയതുകൊണ്ട്. ഫലി അന്നഹു ജുഇല ലമീറുൽ മുഫ്രദു ഫി യഷ്ബഹു ലിലഫ്ലൈനി വലിയ അന്നഹു, നിശ്ചയം കാരണം, അത് അങ്ങനെ പയച്ചുപോയ കാരണം ജുഇല അവിടെ ആക്കപ്പെട്ടിരിക്കുന്നു അല്ല ലമീറുൽ മുഫ്രദു, മുഫ്രദായ ലമീർ ഫി യഷ്ബഹു, എവിടെയുള്ള യഷ്ബഹു എന്നതിലുള്ള മുഫ്രദായ ലമീറിന് ലിലഫ്ലൈനി, രണ്ട് ലഫ്ലുകളിലേക്കാണ് അതെന്ത് ചെയ്യുന്നത്? മാറ്റുന്നത്. ആ അഭിപ്രായം മസ്ദരിയത്ത എന്ന് പറഞ്ഞാൽ അങ്ങനെ വരും. ഒവലായസിഹു, അങ്ങനെ ഒരു ഇതിലുള്ള മുഫ്രദായ ലമീർ രണ്ടെണ്ണത്തിലേക്ക് പോകുക എന്നുള്ളത് ഒവലായസിഹു, അതൊരിക്കലും ശരിയാവൂലല്ലോ. ഇല്ല ബി തഅ്വീലിൻ ബഈദിൻ, അത് ബഈദായ തഅ്വീൽ കൊണ്ടല്ലാതെ. ബഈദായ തഅ്വീലാണ്, രണ്ടും മദ്കൂറാണ്, അപ്പോൾ ആ രണ്ടിലേക്കും പോകുന്നു എന്ത് ചെയ്യണം? തഅ്വീൽ ചെയ്യണം. അപ്പം അങ്ങനെ ബഈദായ തഅ്വീൽ കൊണ്ടല്ലാതെ എന്താവില്ല, അത് ശരിയാവുകയില്ല. മാത്രമല്ല ഫലാ യസിഹു, അപ്പം പിന്നെ ശരിയാവൂലല്ലോ. ഇന്ദൽ ഇസ്തിഗ്നാഇ അൻഹു, അതിനെ തൊട്ടത് ഐശ്വര്യമാക്കുമ്പോൾ അത് പറ്റൂല, അപ്പോൾ അത് ശരിയല്ല. അപ്പോൾ അതാണ് ലഫ്ദ് കൊണ്ട് എന്തായത്? അത് ഗലത്തായി എന്ന് പറഞ്ഞത്. അമ്മാ മഅനൻ, അപ്പോൾ മഅനയിൽ അത് ഗലത്താൻ കാരണം എന്താ? ഫലി അന്നൽ ലഫ്ലൈനി, കാരണം ഈ രണ്ട് ലഫ്ലുകൾ ലാ യുഷ്ബഹാനി അൽ ഇസ്തിഖാഖ, അത് ശരിക്കും യഥാർത്ഥത്തിൽ എന്താകുന്നില്ല? ഇസ്തിഖാഖിനോട് സാദൃശ്യമാവുന്നില്ല.
ബല്ലെന്നല്ല തവാഫഖുഹുമ, അത് രണ്ടിനോടും ഈ ഇഷ്തിഖാഖ് എന്താണാകുന്നത്, യോജിക്കുകയാണ് ചെയ്യുന്നത്. കത് യഷ്ബിയുൽ ഇഷ്തിഖാഖ, ആ യോജിപ്പ് ചിലപ്പോൾ എന്താവാം, ഇഷ്തിഖാഖിനോട് സാദൃശ്യമാവാം. ഉണ്ടോ, ഈ ലഫ്ദുകളെല്ലാം ഇവിടെ എന്താണ് ശരിക്കും ഇഷ്തിഖാഖിനോട് സാദൃശ്യമാവുന്നത്. പിന്നെന്താണ്, ഈ രണ്ട് ലഫ്ദുകളും ഒരു യോജിപ്പിലെത്തുകയാണ്. ആ യോജിപ്പാണ് എന്തിനോട് സാദൃശ്യമാവുന്നത്, ചിലപ്പോൾ കത് നട്ടത്, ചിലപ്പോൾ ആ തവാഫുക്കാണ് എന്ത് ചെയ്യുന്നത്, ഇഷ്തിഖാഖിനോട് സാദൃശ്യമാവുന്നത്. അതെങ്ങനെ, അത് ബിഅയ്യകൂന ഫി കുല്ലി മിൻഹുമ, ഈ രണ്ട് ലഫ്ദുകളിലും ഉണ്ടാവുക, ജമീഉമാ യകൂനു ഫിൽ ആഖിരി, മറ്റേ ലഫ്ദിലുള്ളത് മുഴുവനും ഇതിലുണ്ടാവുക, മിനൽ ഹുറൂഫി, അതെന്തിനാൽ ഹർഫുകളിനാൽ, ഔ അക്സറഹ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഉണ്ടാവുക, ലാക്കിൻ എങ്കിലും ലാ യർജിയാനി, ആ രണ്ട് ലഫ്ദുകളും മടങ്ങുകയില്ല, ഇലാ അസ്ലിൻ വാഹിദിൻ, ഒരൊറ്റ അസ്ലിലേക്ക് രണ്ട് മടങ്ങുന്നില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഒരേ എന്തു പറഞ്ഞു, ഈ തവാഫുക്ക് ചിലപ്പോൾ ഇസ്തിഖാഖിനോട് സാദൃശ്യമാവും. അതെങ്ങനെയെന്ന് വെച്ചാൽ അതിലുള്ളത് മുഴുവൻ ഇതിലുണ്ടാവുക അല്ലേ എന്ന് പറഞ്ഞു, ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടാവും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്തുണ്ടാവില്ല, ഈ രണ്ട് ലഫ്ദ് ഒരിക്കലും ഒരേ അസ്ലിലേക്ക് എന്താവില്ല, മടങ്ങൂല. ഇതുപോലെ കമാഫിൽ ഇഷ്തിഖാഖ്, ഇഷ്തിഖാഖിനുള്ളവർക്ക് എന്ത് ചെയ്തിരുന്നു, ഈ രണ്ട് ലഫ്ദുകളും ഒരേ അസ്ലിലേക്ക് പോയിരുന്നു. അതുപോലെ ഇവിടെ എന്തായാലും എന്താകുന്നില്ല, ഒരേ അസ്ലിലേക്ക് പോകുന്നില്ല. ഉദാഹരണം നോക്കൂ, നഹു ഖാല ഇന്നി ലിഅമലികും മിനൽ ഖാലീൻ, ലൂത്ത് നബി തൻ്റെ സമുദായത്തിനോട് പറഞ്ഞു. ഖാല, അല്ല, ലൂത്ത് നബി പറഞ്ഞു, ഇനി നിശ്ചയം ഞാൻ ലിഅമലിക്കും, നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെ, മിനൽ ഖാലീൻ, ആ പ്രവർത്തനങ്ങളോട് ദേഷ്യം പിടിക്കുന്നവനാണ്, ബാഗിലി എന്നർത്ഥം, ബുഗ്ളുള്ള ആളാണ്. അപ്പോൾ അവിടെ ഫൽ അവ്വലു, ഈ ഖാല എന്നുള്ള വാക്ക് മിനൽ ഖൗലിയിൽ പെട്ടതാണ്, ഖാല എന്നുള്ളത് ഖൗലിൽ പെട്ടതാണ്. വസാനി, ഈ ഖാലി എന്നുള്ളതോ അത് മിനൽ ഖല, അത് ഖല എന്ന വാക്കിൽ, അതാണ് രണ്ടിൻ്റെ അസിലുണ്ടില്ല, മാറ്റേണ്ടത് എന്നർത്ഥം. അക്കതി ഉത്തവഹമു, ചിലപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാവാം, അന്നൽ മുറാദ ബിമാ യഷ്ബുൽ ഇസ്തിഖാഖ, ബിമാ യഷ്ബഹുൽ ഇസ്തിഖാഖ, ഇസ്തിഖാഖിനോട് സാദൃശ്യമാവുന്ന ഒന്ന് എന്നതുകൊണ്ട് ഉദ്ദേശം വൽ ഇസ്തിഖാഖുൽ കബീർ, ഇസ്തിഖാഖുൽ കബീറാണ്. എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ എന്താണ് ഇസ്തിഖാഖിനോട് സാദൃശ്യമുണ്ടാവുന്ന ഒന്ന് എന്ന് പറഞ്ഞതുകൊണ്ട് ഇസ്തിഖാഖുൽ കബീറാണ് എന്ന് പറഞ്ഞത് എന്ന് ചിലർ ചിലപ്പം തെറ്റിദ്ധാരണ ഉണ്ടാവാം. എങ്കിൽ വഹാദായതൻ ഖലത്തുൻ, അതും യഥാർത്ഥത്തിൽ പിഴവാണ്. കാരണം ലിഅന്നൽ ഇസ്തിഖാഖുൽ കബീറ, ഇസ്തിഖാഖുൽ കബീർ എന്ന് പറഞ്ഞാൽ വഹുവ ഇത്തിഫാഖും ഫിൽ ഹുറൂഫിൽ ഉസൂലി ദൂന തർത്തീബി, വഹുവ അത് അൽ ഇത്തിഫാഖ് യോജിക്കലാണ്, ഫിൽ ഹുറൂഫിൽ ഉസൂലി അസ്ലി ആയിരിക്കുന്ന അതിൻ്റെ അർഫുകളിൽ യോജിക്കലാണ്, ദൂന തർത്തീബി ഏലുണ്ടാവില്ല, തെർത്തീബിൽ യോജിക്കുന്ന, തെർത്തീബിൽ യോജിപ്പൊന്നുണ്ടാവില്ല, പക്ഷേ അസ്ലി അതിൻ്റെ അർഫുകളിൽ യോജിപ്പുണ്ടാവും. അതിനാണ് ഇസ്തിഖാഖുൽ കബീർ എന്ന് പറയുക. ഉദാഹരണം നോക്കൂ, മസലു അൽ ഖമറു റഖമു മറക്ക് ഉണ്ടില്ല, ഖമറുണ്ട്, റഖമുണ്ട്, മറക്കുണ്ട്, മൂന്നിലും എന്തുണ്ട്, ഒരേ അർഫുകൾ തന്നെയാണ്, ഖാഫ് മീം റാ, ആ തർത്തീബ് അങ്ങോട്ട് മാറിയാണ്, അർഫ് അസ്ലി അർഫുകളൊക്കെ ഒരേപോലെയാണ്, യോജിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനാണ് ഇസ്തിഖാഖുൽ കബീർ എന്ന് പറയാം. അപ്പോൾ ഇതാണെന്ന് ചില തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതും തന്നെയാണ് പിഴവാണ്. അതല്ല പറഞ്ഞത്, ഈ രണ്ടാമത് പറഞ്ഞിട്ടുള്ള സാദൃശ്യമാവുക എന്ന് പറഞ്ഞത് ഇതുമല്ല എന്നർത്ഥം. അത് മസലു, എന്നാൽ അവർ ചില ആളുകൾ ഇതിനെന്ത് ചെയ്തിട്ടുണ്ട്, ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, ഫിയാദൽ മക്കാം, ഈ സ്ഥലത്ത് ഈ ഇസ്തിഖാഖിനോട് സാദൃശ്യമാകുക എന്നുള്ളടത്ത് പറഞ്ഞിട്ടുള്ളത് ബി ഖൗലിഹി തആല, അല്ലാഹു തആലാന്റെ വാക്കാണ്, അസ്സാഖൽതും മിനൽ അർളി അറളീതും ബിൽ ഹയാത്തി ദുനിയാ എന്ന ആയത്താണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ അൽ അർളി അറളീതും ബിൽ ഹയാത്തി ദുനിയാ രണ്ട് വാക്കും, വലാ യഖ്ഫ, അവ്യക്തമല്ലല്ലോ, അന്നൽ അർള മാ അറളീതും ലൈസ കദാലിക്, അർള എന്നതും അറളീത്തും എന്നുള്ളതും ഇവിടെ ഇപ്പോൾ ഇസ്തിഖാഖുൽ കബീറ എന്നിവർ പറഞ്ഞല്ലോ, അതുപോലെ അല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണല്ലോ. അപ്പോൾ ഇതെന്താണ് വരുന്നത്, ഇത് ഇത്തിഫാഖുൻ യുഷ്ബിഹുൽ ഇസ്തിഖാഖ എന്ന ഇനത്തിനാണ് വരിക. അപ്പോൾ ഇതും എന്തിനു പറ്റൂല, ഇവരെ അഭിപ്രായ പ്രകാരമുള്ള ഇസ്തിഖാഖുൽ കബീറിന് ഇതും പറ്റൂല എന്നുള്ള കാര്യം വളരെ അവ്യക്തമല്ലല്ലോ, വളരെ വ്യക്തമല്ലേ എന്നർത്ഥം. അപ്പോൾ ഇതോടുകൂടി ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യാണ്, നമ്മളെ ജിനാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ തീരുകയാണ്. ഇനി അടുത്ത വേറെ ഇനം, രണ്ടാമത്തെ ഇനം ലഫ്ലിയായ അല്ലേ തഹ്സീന് ഉജൂൽ കലാമിൻ്റെ രണ്ടാമത്തെ ഇനമാണ് നാളെ ഇൻഷാ അല്ലാഹ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത്രയും ദിവസം നമ്മൾ ജിനാസാണ് പഠിച്ചത്. അപ്പോൾ എല്ലാ ആളുകളും ജിനാസ് എന്താണെന്നും അതിന് ഇനങ്ങളൊക്കെ കൃത്യമായി നോട്ടിൽ എഴുതി വയ്ക്കുകയും ഇൻഷാ അല്ലാഹ് അത് കാണിച്ചു തരികയും ചെയ്യണമെന്ന് നിങ്ങൾ ഉണർത്തുകയാണ്. അല്ലാഹു എല്ലാ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.